എത്രയും പെട്ടെന്ന് കുട്ടനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കണം. കുട്ടൻ സാധാരണ സമയം ചെലവഴിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം കുട്ടനെയും കൊണ്ട് നടന്നാൽ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരികെ കിട്ടുന്ന സ്വാമിയച്ഛൻ പറഞ്ഞത്. ചേച്ചി പറഞ്ഞില്ലെങ്കിലും ചേച്ചിയുടെ ഉദ്ദേശം ഇതായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അല്ലടാ അബി? ആ അതെ, ഞങ്ങളത് ഡിസ്കസ് ചെയ്തിരുന്നു. മുമ്പൊരിക്കൽ ചേട്ടന് പെട്ടെന്ന് ഓർമ്മ തിരികെ വന്നിരുന്നു. അന്നേട്ടൻ കാറെടുത്ത് നേരെ ഇവിടേക്ക് വന്നു. ഏട്ടൻ വീട്ടിൽ നിന്ന് കാറെടുത്ത് ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ. പക്ഷേ അന്ന് ഇവിടെ വന്ന ഏട്ടൻ ആകെ സമനില തെറ്റിയ മട്ടില പിന്നെ പെരുമാറിയത്. ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് ഏട്ടൻ കാറും എടുത്ത് വീട്ടിലേക്ക് പോന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഏട്ടന് വീണ്ടും ഓർമ്മ നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഞാൻ ഏട്ടനെ തിരക്കി വരുമായിരുന്നു. ഞാൻ വരുമ്പോൾ കാണുന്നത് ഏട്ടൻ ഒരു പെൺകുട്ടിയുമായി സംസാരിച്ച് നിൽക്കുന്നതാണ്. അന്ന് ആ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏട്ടൻ മാലാഖ മാലാഖ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീടല്ലേ മനസ്സിലായത് ഏട്ടൻ പറഞ്ഞ മാലാഖ ഈ ഇരിക്കുന്ന ദേവികച്ചയാണെന്ന്. സിദ്ധുവേട്ടനെ പഴയ അവസ്ഥയിൽ കാണാൻ വേണ്ടി ഇവിടെ ഞങ്ങളെല്ലാവരും വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദേവികേച്ചി സിദ്ധുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സിദ്ധുവേട്ടൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയായി. സിദ്ധുവേട്ടൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളുടേതായ എന്ത് സഹായം വേണമെങ്കിലും ചേച്ചി മടിക്കാതെ ചോദിക്കണം. എന്തിനും ഞങ്ങൾ തയ്യാറാണ്. ചേച്ചി വിളിച്ചാ വീപ്പുറത്ത് ഞങ്ങളുണ്ടാവും. നിങ്ങൾ എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. എൻ്റെ മനസ്സ് നിറയെ കുട്ടൻ്റെ ശത്രുക്കളെ കുറിച്ചുള്ള ചിന്തയാ. നമ്മുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു നോക്കിയാൽ തന്നെ കുട്ടനൊരു വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവും. വീടിനകത്ത് വെച്ച കുട്ടൻ ഏറെ ആപത്തുകൾ നേരിടേണ്ടി വന്നത്. അവിടെ നിന്നൊക്കെ തലനാരിഴയ്ക്ക കുട്ടൻ രക്ഷപ്പെട്ടത്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുന്നൊരു കാര്യമുണ്ട്. കുട്ടന്റെ ശത്രു പുറത്തുനിന്നുള്ളൊരാളല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആരോ ഒരാളാണ്. അതാരായാലും ശരി, അയാളെ എനിക്ക് കണ്ടെത്തണം. മറഞ്ഞിരുന്ന് കുട്ടനെ വകവരുത്താൻ ശ്രമിക്കുന്ന ആ പിശാചിനെ മറന്നീക്കി പുറത്തു കൊണ്ടുവരണം. എക്സ്ക്യൂസ് മീ. മഹാദേവൻ, ഹരിദാസ്, ജാനകി. ദേവിക. മുത്തശ്ശിയും വല്യച്ഛനെയും വല്യമ്മയും ആദ്യം തന്നെ ഒഴിവാക്കാം. സ്മൃതിയെ ഒഴിവാക്കാം. പിന്നെ ഋഷിയേട്ട ഒരിക്കലുമില്ല. സിദ്ധുവേട്ടനെന്ന് വെച്ചാൽ ഋഷിയേട്ടന് ജീവനാണ്. പേഷ്യന്റിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ?
മരുന്നുമെല്ലാം മുടങ്ങിയോ? ഇല്ല, എല്ലാം കൃത്യസമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, വേറെ എന്തോ ഉള്ളിൽ ചെന്ന ലക്ഷണം കാണിക്കുന്നുണ്ട്. ആഹാരത്തിലൊന്നുമല്ല, വിഷം കലർന്ന എന്തോ ദ്രവരൂപത്തിൽ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. വീട്ടിലുള്ളതിൽ ആരായിരിക്കും സിദ്ധുവേട്ടൻ്റെ ശത്രു? സിദ്ധുവേട്ടന് മരുന്ന് മാറ്റിക്കൊടുത്ത സംഭവമൊക്കെ നടന്നു കഴിഞ്ഞാണ് ദേവിയേച്ചിയും ഗോപികയും അഞ്ജിതയും വന്നത്. അപ്പോൾ അവരല്ല. പിന്നെയുള്ളത് അച്ഛനും അമ്മയും. സംശയിക്കണം, അച്ഛനെ സംശയിക്കണം, ക്ലോസ് ആയി വാച്ച് ചെയ്യണം. ചിലപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ അച്ഛനാണെങ്കിലോ? വിശ്വസിക്കാൻ പ്രയാസമാണ്. എങ്കിലും സാഹചര്യ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് അച്ഛനിലേക്ക് തന്നെയാണ്. മാഡം, ഇത് ഓർഡർ മാനേജ്മെന്റ് ഡോക്യുമെന്റ്സ് ആണ്. ഇത് ക്വാളിറ്റി കൺട്രോൾ റിപ്പോർട്ടാണ്. ഇത് രണ്ടിലും ഡിസ്ട്രിബ്യൂഷൻ റെക്കോർഡ്സ് ആണ്. ശാലിനി, ഇനി എനിക്ക് കോൺട്രാക്ട് അഗ്രിമെന്റ്സും ഇൻവോയ്സസും എംപ്ലോയി റെക്കോർഡ്സും വേണം. അത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം മാഡം. ശരി, എന്ന് ശാലിനി പോയിക്കോ. ശരി മാഡം. കുട്ടാ, ഞാൻ വരച്ചോണ്ടിരിക്ക. തീർന്നിട്ട് കാണിച്ചു തരാട്ടോ. നല്ലൊരു പടാ വരയ്ക്കണേ. ദേവികേ, അനീഷേട്ട തിരക്കിലാണോ? ഏയ്, അതൊന്നും സാരമില്ല. അനീഷേട്ടൻ ഇരിക്കും. ഏയ്, ഇരിക്കാനൊന്നും നേരമില്ല. ആള് കാര്യമായ ചിത്രരചനയിലാണല്ലോ. സിദ്ധു, കുട്ടാ. ആ, എന്താ മലകെ? ആരാ നോക്കി? അനീഷ് മാമൻ. വേണ്ട, സിദ്ധുവിനെ ശല്യപ്പെടുത്തണ്ട. സിദ്ധു വരച്ചോ, വരച്ചോ. ഇനിയിപ്പോ ദേവുവിനെ ഞാൻ മാഡോന്നല്ലേ വിളിക്കണ്ടേ? ഏയ്, അനീഷേട്ടൻ അത്ര വലിയ ബഹുമാനമൊന്നും എന്നോട് കാണിക്കണ്ട. നിന്നെ ഇങ്ങനെ ഈ കസേരയിൽ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ദേവു. വലിയ അഭിമാനമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്കും ഇതുപോലൊരു പദവിയിൽ എത്താൻ പറ്റുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? എന്തായാലും നിനക്കത് സാധിച്ചല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് അനീഷേട്ടാ. എല്ലാം ഞങ്ങളുടെ അച്ഛൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹമായിരിക്കും. ആ, ഏതായാലും മോളെ, നിന്റെ ജോലി നടക്കട്ടെ. ഞാൻ ഫീൽഡിലേക്ക് പോവാ. ദേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി. ആ, ശരി അനീഷേട്ടാ. സിധു, ഓക്കെ മാമ. ശരി. നോക്കട്ടെ. കുട്ടാ, എനിക്കിത് വേണ്ട മലകെ. അത് പറഞ്ഞാ പറ്റില്ല. മാലാഖല്ലേ? വേണ്ട, എനിക്ക് ഇഷ്ടല്ല. അങ്ങനെ പറയരുത്. കുടിക്ക്, നല്ല കുട്ടിയല്ലേ. വാ തുറന്നേ.
വേണം. ഹായ് സിദ്ധു. ഹേയ് ഹേയ് ശില്പ, നീ ഇവിടെ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ആ നീ എന്താ വരുന്ന വിവരം എന്നെ അറിയിക്കാണ്ടിരുന്നത്? പിന്നെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാൻ നീ ആരാ, പ്രധാനമന്ത്രിയോ? ഓ, അറിയിക്കാതെ വന്നാൽ എന്താ കുഴപ്പം? അറിയിക്കാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോ എവിടെയായാലും ഞാൻ വരും നിന്നെ കാണാൻ. ശരി ശരി, നിന്നോട് ഞാൻ തർക്കിക്കാനില്ല കേട്ടോ. വാ, ഇവിടെ വന്നിരുന്നേ, എന്നിട്ട് എന്നോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറ. വാ, ഇരിക്ക്. നീ എന്തിനാണ് എന്റെ ക്യാമറ കയറിയിരിക്കണത്? സിദ്ധുന് പഴയ ഓർമ്മകൾ വന്നു എന്ന് തോന്നുന്നു. ചോദിച്ചായിട്ടില്ലേ നീ ആരാന്ന്? കുട്ടാ, ഞാൻ കുട്ടന്റെ ഭാര്യ. എന്റെ ഭാര്യയോ? ഓ കൊള്ളാലോ, വിവാഹം കഴിക്കാത്ത എനിക്ക് വേണമെന്ന ഭാര്യ? അയ്യോ കുട്ടനൊന്ന് ഓർത്തു നോക്കിയേ. എനിക്കൊന്നും ഓർക്കാനില്ല. എന്റെ ഭാര്യ ആയതുകൊണ്ടായിരിക്കും നിനക്ക് നിന്നെ തന്നെ എന്നെ പരിചയപ്പെടുത്തി തരണേ അല്ലേ? അയ്യോ കഷ്ടം. നീ ആരാണെങ്കിലും ശരി എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങടി. എടി എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ. എന്നാ നോക്കിക്കണത്? ഇറങ്ങടി. മാസം കൊണ്ടൊരു ഓഫർ ഇടുന്നുണ്ട്. പക്ഷേ ദേവികച്ചാണല്ലോ വിളിക്കുന്നത്. ആ നീ വാ, നമുക്ക് പോയി നോക്കാം. കുട്ടാ 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 കണ്ണു തുറക്കാൻ. കുട്ടാ കണ്ണു തുറക്കാൻ. ഋഷി എന്താ എന്താ പറ്റിയേ? ഏട്ടാ ഋഷി, അല്ല ഇടയ്ക്ക് കുട്ടിയുടെ ഓർമ്മ വന്നായിരുന്നു. ഓർമ്മയിൽ വന്ന എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോ മനസ്സിലായില്ല. ഞാൻ ആരാണെന്നൊക്കെ ചോദിച്ചു കുട്ടൻ ബഹളം വെച്ചു. ആ ടെൻഷനിലാന്ന് തോന്നുന്നു കുട്ടൻ പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഏട്ടാ കുട്ടാ ഏട്ടാ സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടാ, ഏട്ടാ കണ്ണു തുറക്ക്. കുട്ടാ കുട്ടാ ഏട്ടാ കണ്ണു തുറക്ക്. നീ ആ വെള്ളം ഇങ്ങടുത്തെ. കുട്ടാ കുട്ടാ ഏട്ടാ 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 എനിക്ക് ഏട്ടാ ഏട്ടാ കുട്ടാ കുട്ടാ ഇതെന്തായാലും നല്ലൊരു ലക്ഷണം. ചേച്ചി ഇവിടെ വന്ന് കയറി ഉടനെ തന്നെ ഏട്ടന് ഓർമ്മ കിട്ടാനുള്ള സാധ്യത തെളിയാണല്ലോ.
എന്താ നിങ്ങൾ എന്താ ഇവിടെ കൂടി നിൽക്കണേ? ചേച്ചി ഏട്ടന് ഓർമ്മ വന്നിട്ട് അന്നത്തെ പോലെ ചേച്ചിയെ പുറത്താക്കാൻ ശ്രമിച്ച ചേച്ചി എന്ത് ചെയ്യും? അമ്മേ വേഗം വയ്ക്കോ. മോളെ, ഓഫീസിലെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു അമ്മ. ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ടെന്നാ എന്റെ വിശ്വാസം. ആ മോളെ, സിദ്ധു മോളെ ബുദ്ധിമുട്ടിച്ചായിരുന്നോ? ഏയ്, കുട്ടും കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്നായിരുന്നു എന്റെ പേടി. ഓഫീസിൽ വെച്ച് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി. ആ, എന്താ മോളെ? അവിടെ വെച്ച് കുട്ടന് ഇത്തിരി നേരം പഴയ ഓർമ്മകൾ തിരിച്ചു വന്നു. ഓർമ്മ കിട്ടിയിട്ട് ഇവൻ എന്താ ചെയ്തേ മോളെ? ഓർമ്മ കിട്ടിയപ്പോ കുട്ടന് എന്തൊക്കെയോ സംശയങ്ങളുള്ളതായി എനിക്ക് തോന്നി. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടി കുട്ടൻ ശ്രമിച്ചു. അവിടെ ഇരുന്ന ഫയലുകളും മറ്റുമൊക്കെ എടുത്ത് നോക്കി. എന്നിട്ട് സിദ്ധു മോളെ തിരിച്ചറിഞ്ഞോ? എന്നെ കുട്ടന് മനസ്സിലായില്ല. ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്നൊക്കെ കുട്ടൻ എന്നോട് ചോദിച്ചു. ആ ഓഫീസിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നും കുട്ടൻ അന്വേഷിച്ചു. നീ അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ കുട്ടനത് വിശ്വാസമായില്ല. ഭാര്യ ആയിരുന്നെങ്കിൽ ഞാൻ പറയാതെ തന്നെ എന്നെ തിരിച്ചറിഞ്ഞിരുന്ന ഭാവമായിരുന്നു കുട്ടന്. കുട്ടന്റെ പെരുമാറ്റം മോൾക്ക് വിഷമായിട്ടുണ്ടാവുമല്ലേ? ഹേയ്, ഓർമ്മ കിട്ടിയാലും കുട്ടൻ എന്നെ തിരിച്ചറിയാനുള്ള സാധ്യതയില്ലാന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും തോന്നിയില്ലമ്മേ. ആദ്യം കുട്ടന്റെ ഓർമ്മകൾ പൂർണ്ണമായും കുട്ടനെ തിരികെ കിട്ടട്ടെ. എന്നിട്ട് എനിക്ക് എന്താണ് ദൈവം വിധിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കാം. നിന്നെ ഞാൻ എന്തു പറഞ്ഞ മോളെ സമാധാനിപ്പിക്കുക? അതിനെക്കുറിച്ചൊന്നും അമ്മ ഇപ്പൊ ചിന്തിക്കേണ്ട. കുട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മകൾ വരുന്നുണ്ടല്ലോ, അതോർത്ത് അമ്മ സമാധാനിക്കേ, സന്തോഷിക്കേ. അതാ ഇപ്പൊ വേണ്ടത്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് മോളെ. ഓഫീസും അവിടുത്തെ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ കുട്ടന് പഴയ ഓർമ്മകൾ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ ഓർമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. സിദ്ധുവിന്റെ ഓർമ്മകൾ ചെറിയ രീതിയിലെങ്കിലും തിരികെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം മോളുടെ കഠിനാധ്വാന, മോളുടെ നിരന്തരമായ പരിശ്രമമാണ്. കുട്ടന്റെ അസുഖം പൂർണ്ണമായും ഭേദാക്കി എടുക്കാൻ വേണ്ടി എന്തെല്ലാം പ്രയാസങ്ങളാ മോള് സഹിക്കുന്നേ. മോളുടെ സഹനശക്തി കണ്ടിട്ട് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഇത്രയും സഹനശക്തി മറ്റാർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുത്തശ്ശിക്ക് എന്തോ അനിഷ്ടമുള്ളതുപോലെ. ഏയ്, അമ്മയ്ക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. മോളുടെ പ്രയത്നം കാരണം സിദ്ധുവിന് ഓർമ്മ തിരികെ കിട്ടുന്നതിൽ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതെനിക്ക് ഉറപ്പാ മോളെ. ഇപ്പോഴും അമ്മയ്ക്ക് ഉള്ളിൽ സന്തോഷം തന്നെയാവും. പക്ഷേ അമ്മ അത് പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രം. മുത്തശ്ശിക്ക് എന്നിലുള്ള വിശ്വാസക്കുറവ് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. അതൊക്കെ മാറും മോളെ. മോള് സമാധാനമായിട്ടിരിക്കും. ആ, ആദ്യം മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഓഫീസിലെ ജോലി തിരക്കിന്റെ ആവും. നന്നായിട്ടൊന്ന് കുളിച്ചു കഴിയുമ്പോൾ അതൊക്കെ മാറും. ആ, പിന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. മോള് ചെന്ന് ഫ്രഷ് ആയിട്ട് അവനെയും കൂടെ വിളിച്ചോണ്ട് വാ. ആ, ശരി അമ്മ.
ചേച്ചി ആ ഗോപു എന്താ? നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്ന? ചേച്ചി അമ്മയും തമ്മിൽ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടു. സിദ്ധുവേട്ടന് വേണ്ടി ചേച്ചി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ചേട്ടൻ ഓർമ്മ കിട്ടുന്ന സമയത്ത് ചേട്ടൻ ചേച്ചിയെ തിരിച്ചറിയുന്നില്ലല്ലോ. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പോലും അത് മനസ്സിലാവുന്നില്ലല്ലോ. സിദ്ധുവേട്ടൻ ഈ രീതിയിൽ പ്രതികരിക്കുമ്പോ ചേച്ചിക്ക് ഇതെല്ലാം എങ്ങനെ സഹിക്കാനാവുന്നു? ചേച്ചിക്ക് സങ്കടം തോന്നുന്നില്ലേ? ഓർമ്മ തിരികെ കിട്ടിയപ്പോ സിദ്ധുവേട്ടൻ ചേച്ചിയെ തിരിച്ചറിഞ്ഞില്ലെന്ന് ചേച്ചി എത്ര കൂളായിട്ട് അമ്മയോട് പറഞ്ഞത്. ഗോപു, കുട്ടൻ എന്നെ മറക്കുന്ന സമയത്താ കുട്ടന്റെ അസുഖം മാറിയെന്ന് എനിക്ക് ഉറപ്പാകുന്നത്. അതുകൊണ്ടാ കുട്ടൻ എന്നെ മറന്നപ്പോ ഞാൻ സങ്കടപ്പെടാത്തത്. സത്യത്തിൽ കുട്ടൻ എന്നെ തിരിച്ചറിയാത്തതില് എനിക്ക് സന്തോഷാ തോന്നിയത്. കുട്ടന്റെ അസുഖം ഭേദാവണം, അതാ എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും. ഇതിനെല്ലാം കാരണക്കാരി ഞാനാ. ഞാൻ ഋഷിയെ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ ചേച്ചി ഇവിടെ അകപ്പെട്ടു പോയത്. അതുകൊണ്ടാണല്ലോ ചേച്ചിക്ക് എപ്പോഴും ത്യാഗം മാത്രം സഹിക്കേണ്ടി വരുന്നത്. എന്നിട്ട് എന്ത് പ്രയോജനം? ഒരാൾക്ക് പോലും ചേച്ചിയോട് നന്ദിയില്ല. എല്ലായിടത്തും ചേച്ചിക്ക് അപമാനം മാത്രമേ ഉള്ളൂ.